വെൽക്കം ടു മൈ ചാനൽ. ഇതാണ് ഞങ്ങളുടെ പള്ളിയിലത്തെ മ്യൂസിയം. ഇത് നമ്മളുടെ ഈശോ ദുഃഖ വെള്ളിയാഴ്ച ഈശോനെ എടുത്ത് പ്രദക്ഷിണത്തിന് 14 സ്ഥലത്തിൽ ഈശോനെയാണ് പ്രദക്ഷിണത്തിന് എടുക്കുന്നത്. നമ്മുടെ തോമാസ് ശ്ലീഹ. ഇത് പള്ളിയിലത്തെ എല്ലാ ചരിത്രവും അടങ്ങുന്നത് ഒരു ഇതിൽ എഴുതി ചുമരിൽ വെച്ചിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ്. ഇത് ഈശോ ഞാൻ പറഞ്ഞില്ലേ. അന്നത്തെ കാലത്ത് പ്രസംഗിക്കാൻ അച്ഛന്മാർ വലിയ മേടയിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതാണ് കാണുന്നത്. പിന്നെ പണ്ട് കാലത്ത് ശവമഞ്ചൽ ഇതിലായിരുന്നു അന്ന് പള്ളിയിലേക്ക് ശവമഞ്ചൽ കൊണ്ടുവന്നിരുന്നത്. ഇത് ഒരു ശവമഞ്ചലാണ്. ഇത് പ്രസംഗിക്കുന്നത് മേട വലിയൊരു. ഇത് 12 പേർക്ക് ഇരുന്ന് ചിരണ്ടാവുന്ന ഒരു ചിരവിയാണ് ഫങ്ഷനൊക്കെ വരുമ്പോൾ. ഇത് പഴയ കാലത്തെ സാധനങ്ങൾ. ഇത് പള്ളിക്ക് നേർച്ച കിട്ടിയ വിളക്ക് ഒക്കെ. പണ്ടത്തെ കാലത്തെ നിലവിളക്കുകൾ. ഇത് പണ്ട് കാലത്ത് മരത്തടിയിലുണ്ടായിരുന്ന അലമാരിയായിരുന്നു. ഇതിലായിരുന്നു പണ്ട് കാലത്ത് വിലപിടിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഇതിൻ്റെ ലോക്ക് 7 പേര് പിടിച്ചാൽ തുറക്കുന്ന ഒരു ലോക്കായിരുന്നു. ഇതെല്ലാം പള്ളിക്ക് നേർച്ച കിട്ടിയ സ്വർണ്ണ വിളക്കുകളും കുരിശുകളും ഒക്കെയാണ്. ഇത് പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതായിരുന്നു ആ ലോക്ക്. ഇത് ഓസ്തി കട്ട് ചെയ്യുന്നത്. ഇത് നാണയം അളക്കുന്നത്. അത് വലിയ ഓസ്തി അച്ഛൻ വാഴ്ത്തി തരുന്ന ഒരു ഓസ്തി ഉണ്ടാക്കിയിരുന്നു. ഇത് ജലപീരങ്കി അങ്ങനെ ജലം ഇങ്ങനെ വട്ടം കറക്കി വിടത്തില്ല അത്. പിന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് പണ്ട് കാലത്തുള്ള. ഇത് ഓസ്തി കട്ട് ചെയ്യുന്നു. ഇത് നാണയങ്ങൾ അളക്കാൻ ഉപയോഗിച്ചത്. ഇതാണ് ഓസ്തി വാഴ്ത്തുന്ന വലിയ ഓസ്തി ഉണ്ടാക്കിയിരുന്നത്. ഇത് പള്ളിയിൽ പഴയ കാലത്തെ ആൾക്കാരുടെ ഡോക്യുമെൻറ്റ്സ് ഒരു സൈഡിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡോക്യുമെൻറ്റ്സ്. ഇത് ഓലകളാണ്. താളിയോലകൾ. പണ്ട് കാലത്തുള്ള താളിയോലകൾ. ഇതാണ് കൽഭരണികൾ. ഇത് പള്ളിയിലത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ച് ഞങ്ങളിപ്പോൾ മണിയുണ്ടല്ലോ വലിയ പള്ളിയുടെ, ആ മണിയുടെ ഡോക്യുമെൻറ്റ്സും ഒക്കെ. ഇത് പഴയ കാലത്ത് 14 സ്ഥലത്ത് കുരിശിൻ്റെ വഴിയുടെ ഫോട്ടോ. ഇതാണ് കൽഭരണികൾ. വീഞ്ഞ് അന്നത്തെ കാലത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. ഈ കൽഭരണികളിലാണ് അന്നത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പള്ളിയിലത്തെ ഡോക്യുമെൻറ്റ്സ്. ചിരവകൾ. നിലവിളക്ക്. പള്ളിക്ക് നേർച്ചയായി കിട്ടിയിരുന്ന വസ്തുക്കളാണ്. കുരിശ്, പൊൻകുരിശ് ഒക്കെ.